ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയുടെ വിഷ്ണു അല്ലേ വിളിക്കണം? നമുക്ക് പോവാം. അച്ഛൻ എനിക്കൂ. അമ്മേ വാ. സുഷി അമ്മ വരാൻ. നിക്ക്. എവിടേക്കാ നീ വിളിക്കുന്നേ? ഞാൻ എവിടെയാണോ അവിടേക്ക്. നിന്റെ അച്ഛൻ വീട്ടിൽ വന്ന് കിടക്കാനേ ഞങ്ങളെ കിട്ടില്ല. ഞങ്ങള് വല്ല ആശ്രമത്തിലും പോയിക്കോളാം. പ്രായമായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ എവിടെയും പ്രവേശനം കിട്ടില്ല. എങ്കിൽ ഞങ്ങള് വല്ല കടത്തണ്ടേലും കിടന്നോളാം. എന്നാലും നിന്റെ ഭാര്യ വീട്ടിൽ വന്ന് അന്തി ഉറങ്ങുന്ന് നീ കരുതണ്ട. അച്ഛനെന്താ പറയണേ? അമ്മയുടെ തീരുമാനം തന്നെയാണോ? അച്ഛൻ പറയണം. അച്ഛൻ അമ്മയുടെ തീരുമാനം തന്നെയാണ് അച്ഛനും. എടാ മോനെ, അത് നിന്റെ അമ്മ അങ്ങനെ പറയുമ്പോ അച്ഛൻ ഈ വൃദ്ധസദനത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നതുപോലും അച്ഛന്റെ മൗനം തന്നെയാ. അച്ഛനറിയോ, നമുക്ക് നമ്മുടെ വീട് നഷ്ടപ്പെട്ടതും ഞാൻ ഈ പറഞ്ഞ അച്ഛന്റെ മൗനം തന്നെയാ. അച്ഛൻ നമ്മോട് കർശനമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ വീട് നഷ്ടപ്പെടില്ലായിരുന്നു. അച്ഛൻ വന്നേ നമുക്ക് പോവാം. വാച്ച പോവാം. അച്ഛ എഴുന്നേക്ക്. അച്ഛ വാച്ച. രാഘവേട്ടന് ഇവനോടൊപ്പം പോണെങ്കിൽ പോകാം. പക്ഷെ ഞാൻ വരില്ല ഇവന്റെ അച്ഛൻ വീട്ടിലേക്ക്. അമ്മയെ ഞാൻ എന്റെ ഭാര്യ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് നമുക്ക് എന്നെ പറയാൻ കഴിയുന്നേ? അമ്മ അപ്പൊ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കണേ? പറയമ്മേ, ഞാനൊരു വീടെടുത്തിട്ടുണ്ട്. അവിടേക്കാണ് ഞാൻ എന്റെ അച്ഛനും അമ്മയും ക്ഷണിക്കുന്നത്. അവിടുന്ന് നിങ്ങൾ ആരും ഇറക്കി വിടില്ല. നിങ്ങൾ അങ്ങനെ പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോയി എനിക്ക് പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതിനിരട്ടി ഞാൻ അമ്മയെ സ്നേഹിക്കുന്നുണ്ട്. അത് അമ്മയ്ക്ക് മനസ്സിലാവണില്ല. അമ്മ, ഞാനിപ്പോ വിളിക്കുന്നതേ ഞാൻ വാടകയ്ക്കെടുത്ത വീട്ടിലേക്കാ. മനസ്സിലായോ? ഈ വൃദ്ധസദനത്തിലോ കടത്തിന്മേലോ അന്തിയുറങ്ങേണ്ടവരല്ല എന്റെ അച്ഛനും അമ്മയും. ഇനി ഇതെല്ലാത്തിനും കൂടെ ഇനി അങ്ങനെ ഒരു കാഴ്ച കൂടെ എനിക്ക് കാണേണ്ടി വന്ന പിന്നെ ഞാനില്ല. മോനെ, വീട് നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ മരിച്ചെടുക്കണ കാണേണ്ടി വരും. മോനെ, എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തിട്ടൊന്നും പറയാ അമ്മയോട്. അപ്പൊ നീ വാടകയ്ക്കൊരു വീടെടുത്തായിരുന്നല്ലേ? പിന്നെ നമുക്ക് താമസിക്കണ്ടേ? നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ഞാൻ സത്യഭാമിനി രാഘവൻ നായരുടെ മകനാ. എനിക്ക് അങ്ങനെ അഭിമാനം വിട്ട് ഭാര്യ വിട്ട് പോയി നിൽക്കേണ്ട കാര്യമില്ല. അവൻ പറയുന്നത് കേക്ക്. അവൻ പറയുന്നത് ശരിയാ. അവന്റെ ഭാര്യ കൂടെ ഇല്ലല്ലോ. അപ്പൊ അവന്റെ കാര്യങ്ങൾ ആരാ നോക്കണ്ടേ? നീയാ. നീ തന്നെയാ അവന് ഭക്ഷണം വെച്ചു കൊടുക്കേണ്ടത്. അങ്ങനല്ലേ നീ അവനെ വളർത്തിയത്? അതല്ലേ നീ ആഗ്രഹിക്കുന്നത്? ഞാൻ എന്തായാലും ഇവന്റെ കൂടെ എന്റെ മോനോടെ പോവാ. ഭാമേ, നീ വരുന്നെങ്കിൽ വാ. ഇനി ആരോടമ്മ ഈ വാശി? എന്നോട്.
അമ്മ എന്നെ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്. മാതാ പിതാ ഗുരു ദൈവം. എന്റെ കണ്ണിൽ ഞാൻ കണ്ട ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാ എന്റെ അച്ഛനും അമ്മയും. ദേ ഈ നെഞ്ചിലല്ല അമ്മ എന്ന് വച്ചു കുത്തിരിക്കുന്നേ, എന്റെ മനസ്സിലാ. പക്ഷെ അതെന്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലെന്ന് മാത്രം. ഒന്നു അമ്മയുടെ വിഷ്ണു അല്ലേ വിളിക്കണം. വാ. ആമേ. എല്ലാം നല്ലപോലെ വൃത്തിയാക്കണം. ഒരു പൊടി പോലും പാടില്ല. അച്ഛനും അമ്മയും വന്നില്ലേ? ആ, അവര് വരുന്നുണ്ട്. എത്രയും 150. അച്ഛാ വാ. ആ വരും. അച്ഛാ ഇതാണ് സുബൈർക്ക. ഇത് ഞങ്ങളുടെ തറവാടാ. ബാപ്പ വെച്ച വീടാ. ബാപ്പയുടെയും ഉമ്മയുടെയും ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഈ വീട് പൊളിച്ചു കളയാൻ തോന്നിയില്ല. വിഷ്ണു വിളിച്ചു പറഞ്ഞതിന് ശേഷമാ പണിക്കാരൻ നിർത്തിയതും ക്ലീൻ ആക്കാൻ പറഞ്ഞതും. അതുകൊണ്ട് അല്പസ്വല്പ പോരായ്മകളൊക്കെ ഉണ്ടാവും. അയ്യോ സുബൈർക്ക, ഇത് തന്നെ വലിയ ഉപകാരമല്ലേ? ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാ ഇക്കയെ വിളിക്കാൻ തോന്നിയത്. അത് വലിയ ഉപകാരമായി. കേറിക്കിടക്കാൻ ഒരു വീടില്ലാതാകുന്നതിന്റെ വേദനയൊക്കെ എനിക്കും മനസ്സിലാവും. ഇതൊക്കെ പടച്ചോന്റെ ഓരോ കളികളല്ലേ. ഈ വീട് ജപ്തി ചെയ്യാനായി കോടതി ഇന്ന് നോട്ടീസ് വരെ പതിച്ചതാ. അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ സഹായിച്ചത് വിഷ്ണുവിന്റെ അമ്മയാ, ഈ സത്യാമ്മ. എന്നെ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ജപ്തിയുടെ കാര്യം പറഞ്ഞപ്പോ മുന്നും പിന്നും നോക്കാതെ സത്യാമ്മ പണം തന്നതുകൊണ്ടാ എനിക്കിത് നഷ്ടപ്പെടാതെ നോക്കാൻ പറ്റിയത്. പടച്ചോന്റെ ഓരോ കളിയേ. ഇങ്ങനെ എനിക്കൊരു പ്രത്യുപകാരം ചെയ്യേണ്ടി വരുമെന്ന് ഒടേ തമ്പുരാൻ ചിലപ്പോ മുൻകൂട്ടി കണ്ടു കാണും.